നഷ്ടത്തിന് രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യന് 4 കാര്യം വേണം. 1 ഈമാൻ വേണം. 2 അവസാനിക്കാത്ത കർമ്മത്വര, അത് അവസാനിക്കണില്ല, കർമ്മം അവസാനിക്കുകയില്ല. 3 സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രതിബദ്ധമായ മനസ്സ്, സത്യത്തിനൊപ്പം നിൽക്കാൻ പാടുള്ളൂ. 4ാമത്തെ കാര്യമായി പറഞ്ഞത് സുബറാണ്. ഇനിയൊന്നോടെ പറയണില്ല. എന്താണ് ഈ സുബറിൻ്റെ അടിസ്ഥാനം? അവിടെ കണ്ണൽ മടങ്ങി വരുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം നഷ്ടത്തിന് രക്ഷപ്പെടുത്തണമെങ്കിൽ, ഇവിടെ നോക്കട ചങ്ങായി, ഒരു മനുഷ്യൻ്റെ ജീവിതം നഷ്ടത്തിന് രക്ഷപ്പെടുത്തണമെങ്കിൽ അവന് നിർബന്ധമായും ആവശ്യമുള്ളൊരു ഘടകമാണ് എന്ത്? ക്ഷമ. ക്ഷമക്ക് പിന്നിൽ എന്ത് വേണം? അതിലിങ്ങനെ പോണേണ പോലെ തല്ലും. അപ്പം അവിടെ ഉള്ളിലിരിക്കാനൊരു സുഖമല്ല, വയറ്റുനിന്ന് പോണല്ലോ. അപ്പം അവിടെ എന്തുണ്ട്? കഷ്ടപ്പാടുണ്ട്. അവിടെയൊക്കെ ക്ഷമിക്കണം. പുറത്തിറങ്ങിയിട്ട് ഓനൊന്നും കൊടുക്കരുത്. കൊടുത്താൽ രാജ്യം അവിടെ പോയി എനിക്ക് പറഞ്ഞ അവിടെയാണ് പിശാച്, അവിടെയാണ് വരിക. മത്താഫില് ഒരാൾ അന്നാണ് ഒന്തിയ അവിടെ പിശാച് വരും. എനിക്ക് ഇതുവരെ കഷ്ടപ്പാടില്ല, ഒന്തി ഇതാണ് വീഴാൻ പോയി, അപ്പം എനിക്ക് കഷ്ടപ്പെടുന്നു. അപ്പം ഈ അവിടെ നിന്ന് എണീറ്റിൽ പിന്നെ മറ്റോനൊന്ന് കൊടുത്തു. അവിടെ ആര് ജയിച്ചു? പിശാച് ജയിച്ചു. فَهَبْلِي تَوْبَةً فَاغْفِرْ ذُنُوبِي حَسْبِي رَبِّي إِلَّا اللَّهُ മനുഷ്യൻ്റെ വിജയത്തിൻ്റെ മർമ്മമായി പറഞ്ഞ 4 കാര്യത്തിൽ 1 ക്ഷമയാണ്. അതല്ലെങ്കിൽ മനുഷ്യൻ പരാജയത്തിലാണ്. 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടൂ. അപ്പം അത് മൗലികമായ കാര്യങ്ങളാണ്. 1 ഈമാന്, 2 അമലു സ്വാലിഹ്, 2 ഹക്കിൻ്റെ കൂടെ നിൽക്കൽ, 4 ക്ഷമിക്കൽ. അതില്ലാത്തവരൊക്കെ നഷ്ടം. വൽഅസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. By the time the man is in loss. വല്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റാണ് ഖുർആനിലെ. അത്ഭുതകരമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത്ഭുതകരമായ സ്റ്റേറ്റ്മെൻറ്റാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തില്ല. അതിനു വേണ്ടി മാത്രം ഒരു സൂറത്ത്. ഇദൽതഖ ഇസ്നാനി മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഫ്തരിഖാ ഹത്താ അൻ യഖറഅ അഹദുഹുമാ അലൽ ആഖരി ഹാദിഹി സൂറ. 2 സ്വഹാബികൾ കണ്ടുമുട്ടിയാൽ ലം യഫ്തരിഖ, അവർ വിട്ട് പിരിയാറുണ്ടായിരുന്നില്ല. ഹത്താ അൻ യഖറഅ അഹദുഹുമാ അലൽ ആഖരി ഹാദിഹി സൂറ. ഈ സൂറത്ത് ഒരാൾ മറ്റൊരാളെ മേൽ ഓതിയിട്ടല്ലാതെ അവർ പിരിഞ്ഞ ഒരു ചരിത്രം സ്വഹാബികൾക്കിടയിൽ ഇല്ല. ഇസ്നാനി മിൻ അസ്ഹാബി റസൂലില്ല ഇദൽതഖയ, 2 സ്വഹാബികൾ കണ്ടുമുട്ടിയാൽ ലം യഫ്തരിഖ, അവർ വിട്ട് പിരിയാറില്ല. ഹത്താ അൻ യഖറഅ അഹദുഹുമാ അലൽ ആഖരി ഹാദിഹി സൂറ. ഒരാൾ മറ്റൊരാൾക്ക് ഈ സൂറത്ത് ഓതി കൊടുക്കാതെ അവർ പിരിയൂല. إذا كان في المزرع أو كان في السوق أو كان في المحفل أو كان في العيد. അവർ കൃഷിസ്ഥലത്തിലാണെങ്കിലും കച്ചവട സ്ഥലത്തിലാണെങ്കിലും ആഘോഷത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ലം യഫ്തരിഖാ, ആ 2 ആൾ വിട്ട് പിരിയൂല. ഇസ്നാനി ഔ അക്സർ, 2 2 കൂടുതൽ ആളുകളോ സ്വഹാബികൾ കണ്ടുമുട്ടിയാൽ ലം യഫ്തരിഖാ, അവർ വിട്ട് പിരിയാറുണ്ടായിരുന്നില്ല. ഹത്താ അൻ യഖറഅ അഹദുഹുമാ അലൽ ആഖരി, അവരിൽ ഒരാൾ ഓതി കൊടുത്തിട്ടല്ലാതെ അലൽ ആഖരി മറ്റേ ആൾക്ക് എന്തോതി കൊടുക്കും? സൂറത്തുൽ ഹാദിഹി സൂറ, ഈ സൂറത്ത്. വൽ അസ്രി ഇന്നൽ ഇൻസാന, ഇന്നൽ മുസ്ലിം എന്നല്ല, ഇന്നൽ ഇൻസാൻ, ദ മാൻ,
ഇനി എന്താ അതിനപ്പുറം പറയേണ്ടത്? ഇത് മുസ്ലിമിൻ്റെ മാത്രമല്ല വിഷയം. മനസ്സിലായില്ലേ? ഇന്നൽ മുസ്ലിമാന്നല്ല പറഞ്ഞത്, ഇന്നൽ ഇൻസാൻ, ദി മാൻ, മനുഷ്യൻ ഈസ് ഇൻ ലോസ്, നഷ്ടത്തിലേ ആകൂ. അവർക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, 4 കാര്യത്തിൽ ഒതുങ്ങിയ ഒരു വഴി. എന്താ 4 കാര്യം? ഇല്ലല്ലദീന ആമനു, ബലിഷ്ഠമായ വിശ്വാസം, വഅമിലു സ്വാലിഹാത്ത്, ഒടുങ്ങാത്ത സൽക്കർമ്മം. 3 വതവാസൗ ബിൽ ഹഖ്, സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രതിബദ്ധത. വതവാസൗ ബിസ്സബ്ർ, ക്ഷമയുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രതിബദ്ധത. ബസ്. ഇനി 4-ാമത്തെ 5-ാമത്തെ കാര്യം ഇല്ല. അതിന് മാത്രം ഒരു സൂറത്ത്, വേറൊരു നിയമം പറഞ്ഞിട്ടുമില്ല. ഈ സൂറത്തിൽ ഇനി വേറൊരു വിഷയവും ഇല്ല. ഇതിനുള്ളിലുള്ളതേ ഉള്ളൂ, ഇനി പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. ഒരൊറ്റ വിഷയം. ബൈ ദ ടൈം ദി മാൻ ഈസ് ഇൻ ലോസ്, ദി മാൻ, ഏത് മനുഷ്യനും ലോസിലാവും. 4 കാര്യമാണ് അവൻ്റെ ജീവിത വിജയം. ഏത് മാൻ, എന്ത് മനുഷ്യനാണെങ്കിലും, ഇൻകാന അമേരിക്കൻ ഔ സൗദിയൻ ഔ UAEN ഔ കാനഡിയൻ ഔ യൂറോപ്പിയൻ, വൈൻകാന അയ്യൻ, അവൻ ആരാണെങ്കിലും വേണ്ടില്ല. വൈൻകാന ആസിയൻ ഔ യൂറോപ്പിയൻ ഔ അഫ്രീഖിയൻ ഔ അന്റാർട്ടിക്കിയൻ, ആരാണെങ്കിലും അവൻ മനുഷ്യനാണോ, അവനിൽ 4 കാര്യം ഉണ്ടാകണം. ഇല്ലെങ്കിൽ അവൻ നഷ്ടത്തിലാണ്. അവൻ്റെ ലാഭം കുറയുന്നു അല്ല പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ലാഭം കുറയൽ എന്ന് പറഞ്ഞതിന് നമ്മൾ പൊതുവേ കമ്പാരിറ്റീവ് പോയിന്റിൽ നഷ്ടം എന്ന് പറയും. ഒരു കാര്യം, ഒരു സാധനം നമ്മൾ കൂളിമാട് അങ്ങാടിയിൽ നമ്മൾ 100 കിലോ ഹോൾസെയിൽ മാർക്കറ്റിൽ 100 കിലോ പച്ചമീൻ വാങ്ങി, മത്സ്യം വാങ്ങിയിട്ട് അങ്ങാടിയിലിട്ടിട്ട് വിറ്റപ്പോൾ, ഇന്നലെ മിനിഞ്ഞാന്ന് അങ്ങാടിയിലിട്ട് വിറ്റപ്പോൾ നമുക്ക് ഇന്നലെ ഒരു 4000 രൂപ ലാഭം കിട്ടിയെന്ന് സങ്കല്പിക്കൂ. ഇന്നലെ മിനിഞ്ഞാന്ന് പച്ചമീൻ വാങ്ങിയിട്ട് 1 കിൻഡൽ പച്ചമീൻ വാങ്ങി കച്ചവടം ചെയ്തപ്പോൾ 4000 രൂപ ലാഭം കിട്ടിയെന്ന് സങ്കല്പിക്കൂ. മിനിഞ്ഞാന്ന് വിറ്റപ്പോൾ ഇന്നലെ നമുക്കത് 2000 ആയാൽ നമ്മളേതാ നഷ്ടം എന്ന് പറയും. അത് മനുഷ്യന് നഷ്ടത്തിന് രക്ഷപ്പെടാൻ വിഷയം ഇതല്ല. ഞാൻ അവിടേക്ക് പോവാം. അപ്പം അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ഇതിന് ഗൗരവം മനസ്സിലാക്കണം. ഇങ്ങോട്ട് നോക്ക്. ലാഭത്തിൻ്റെ ചർച്ച പെടല്ല, നഷ്ടത്തിന് രക്ഷപ്പെടലാണ്. നമ്മൾ 10,000 ഉറുപ്പ്യൊക്കെ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിയിട്ട് കച്ചവടം ചെയ്തപ്പോൾ 10,000-ന് 10,000 തിരിച്ചു കിട്ടി. 10,000 ഉറുപ്പ്യക്ക് മീൻ വാങ്ങി വിറ്റപ്പോൾ 10,000 ഉറുപ്പ്യ മടക്കി കിട്ടി. എങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയും? എന്നാൽ നഷ്ടമല്ല. പിന്നെ ഇപ്പം നമ്മൾ അധ്വാനല്ലേ, അത് നമ്മളതല്ലേ, അത് പോയിക്കോട്ടെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായയും കടിയും മറ്റൊക്കെ കുടിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ പെരിയിലാണെങ്കിലും അതിന് ചെലവുണ്ടാവുമല്ലോ. എന്നാലും എന്തില്ല കുട്ടികളെ, അവിടെ നമ്മൾ പറയുന്ന വാക്കാണ് എന്നാൽ നഷ്ടമല്ല. അൽഹംദുലില്ലാ, ലാഭമൊന്നും ഇല്ലടി, എന്നാൽ നഷ്ടമല്ല. അൽഹംദുലില്ലാ, നഷ്ടമല്ല. എൻ്റെ ഒരു എൻ്റെ അരപ്പവന് എന്താ പറയുക, എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ആ സാധനം വാങ്ങിയത്. വിറ്റിട്ടാണ് ഞാൻ എൻ്റെ മോതിരം വിറ്റിട്ടാണ് ഞാൻ ആ 10,000 രൂപ എൻ്റെ മോതിരം വിറ്റപ്പോൾ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ആ മീൻ വാങ്ങിയത്. എന്നാലും അൽഹംദുലില്ലാ 10,000-ന് അടിപൊളി 10,000 തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, എൻ്റെ കൂടെ മുതൽ നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ എൻ്റെ അധ്വാനമല്ലേ, അതിപ്പോൾ എന്താണെങ്കിൽ ഇപ്പോൾ എനിക്കിവിടെ വെറുതെ തിരിക്കുന്ന പണിയല്ലേ, അത് സാരില്ല. ലാഭത്തിൻ്റെ ചർച്ച ഇവിടെ ഇല്ല. നഷ്ടത്തിന് രക്ഷപ്പെടണമെങ്കിൽ മനുഷ്യന് 4 കാര്യം വേണം. 1 ഈമാൻ വേണം. 2 അവസാനിക്കാത്ത കർമ്മത്വര, അത് അവസാനിക്കണില്ല, കർമ്മം അവസാനിക്കുകയില്ല. 3 സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പ്രതിബദ്ധമായ മനസ്സ്, സത്യത്തിൻ്റെ ഒപ്പം നിൽക്കാൻ പാടുള്ളൂ.
നാലാമത്തെ കാര്യമായി പറഞ്ഞത് സുബറാണ്. ഇനി ഒന്നോടെ പറയണില്ല. എന്താണ് ഈ സുബറിൻ്റെ അടിസ്ഥാനം? അവിടേക്ക് നമ്മൾ മടങ്ങി വരുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതം നഷ്ടത്തിന് രക്ഷപ്പെടുത്തണമെങ്കിൽ ഇങ്ങോട്ട് നോക്കട ചങ്ങായി, ഒരു മനുഷ്യൻ്റെ ജീവിതം നഷ്ടത്തിന് രക്ഷപ്പെടുത്തണമെങ്കിൽ അവന് നിർബന്ധമായും ആവശ്യമുള്ളൊരു ഘടകമാണ് എന്ത്? ക്ഷമ. ക്ഷമക്ക് പിന്നിൽ എന്ത് വേണം? ക്ഷമക്ക് പിന്നിൽ എന്ത് വേണം? നല്ല ബിരിയാണിയും മന്തിയും അതും ഇതൊക്കെ ഇങ്ങനെ ഒരുക്കി, അത് നല്ല കൂൾ ഡ്രിങ്ക്സ്, മറ്റത് മറിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, മേശപ്പുറത്തൊരു 10-25,000 റുപ്യേൻ്റെ മുതലുണ്ടായി കൊണ്ട് ഓനെ പുതിയാപ്പണ്ണാണ് വിളിച്ചു ആദരിച്ച് കൊണ്ടുവന്നാണ് പടത്തിലിരുത്തുമ്പോൾ അളിയൻ പറയോ ക്ഷമിക്കിട്ടോന്ന്? പഠിച്ചോനെ അള്ളാഹുവേ ഇവൽക്കൊരു അന്തം കൊടുക്കണം റബ്ബേ. അൽഹംദുലില്ലാ, അതിനെങ്കിലും ഇങ്ങനെ ആമീൻ പറഞ്ഞല്ലോ. സാരല്ല കേട്ടോ കുഞ്ഞുമാനെ, ഒന്ന് ക്ഷമിക്കണേ. എപ്പോഴേ ക്ഷമ വേണ്ട? പറ, ക്ഷമ എപ്പോഴാണ് വേണ്ടത്? അതിൻ്റെ പിന്നിൽ കഷ്ടപ്പാടില്ലെങ്കിൽ എന്ത് വേണ്ട? അപ്പം നിന്നെ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് എന്ത് വേണം? പറ. ക്ഷമല്ല വല്ല കഷ്ടപ്പാടെ ചങ്ങായി. ക്ഷമ നീ അപ്പം 10 മണിക്കൂർ പറഞ്ഞിട്ട് ഇനി ഇതിനെ ചെയ്ത് പറയുന്നത്. എനിക്ക് എന്ത് വേണം? കഷ്ടപ്പാട് വേണ്ട ചങ്ങായി. അപ്പം കഷ്ടപ്പാട് ഒരു അകപ്പെടലല്ലട ചങ്ങായി. കഷ്ടപ്പാട് നിന്നെ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഘടകമാണ്. അപ്പം നിനക്ക് സുഖമാണെങ്കിൽ ഇജിപ്പോൾ ആരല്ല? നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവനല്ല. തിരിഞ്ഞില്ല. എനിക്കിവിടെ പരമസുഖം. നമുക്കേ എനിക്കിവിടെ പരമസുഖമാണെങ്കിൽ എനിക്കിവിടെ എന്തില്ല? എനിക്ക് നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല. ഓരോ സെക്കൻഡിലും മനുഷ്യന് എന്ത് വേണം? ക്ഷമ വേണം. ക്ഷമക്ക് എന്ത് വേണം? കഷ്ടപ്പാടില്ലാതെ എങ്ങനെയാ ക്ഷമ ഉണ്ടാക്കുക? അങ്ങനെ എങ്ങനെ എന്ത് ഏതെന്ന് ചോദിക്കരുത്. ക്ഷമ ഉണ്ടാണ് കഷ്ടപ്പാടുണ്ടാകണം. കഷ്ടപ്പാടില്ലാതെ എന്തിന് ചാൻസ് ഇല്ല? പറ ചങ്ങാതി, കഷ്ടപ്പാടില്ലാതെ എന്തിന് ചാൻസ് ഇല്ല? ക്ഷമക്ക് ചാൻസ് ഇല്ലല്ലോ. എന്താണ് ചാൻസ്? അപ്പൊ എനക്ക് സദാസമയം എന്ത് വേണം? പറ കഷ്ടപ്പാട് വേണം. എന്നാ ഈ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടും. ലാഭം കിട്ടിയാലും കിട്ടിയില്ലേ? ഇതിപ്പോൾ അള്ളാഹ് വേറെ നീ പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കണം, നോമ്പ് വിൽക്കണം, അങ്ങനെ പറഞ്ഞു ഇല്ല, അങ്ങനെ പറഞ്ഞില്ലല്ലോ. പിന്നെ നോമ്പിൻ്റെ കാര്യം നോക്കണം കേട്ടോ, പിന്നെ ഹജ്ജിൻ്റെ കാര്യം നോക്കണം കേട്ടോ. എൻ്റെ ഭാര്യ ഹജ്ജില. അപ്പം ഈ ആഴ്ച പൊതുവെ പറയുന്നൊരു വർത്താനാണ് എന്ത്? കുറച്ച് കുഴങ്ങി. മനസ്സിലാണ്ട് പറഞ്ഞത്, കാലുമ ചവിട്ടി പൊട്ടിക്കുക, ആജാതി തിരക്കാത്ത മത്താഫിൽ തവാഫ് ചെയ്യാനേ കഴിയുന്നില്ല അത്രയും. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇജ് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊടുത്ത് പോയി, അതിൽ കഷ്ടപ്പാടുണ്ടോ? ഇല്ല. എൻ്റെ വാപ്പാൻ്റെ മുതലാണ്, അതിൽ എനിക്ക് കഷ്ടപ്പാടില്ല. എൻ്റെ വാപ്പ തന്ന മുതൽ വിറ്റിട്ട് ഹജ്ജിന് പോയി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ? അപ്പം അതിലെന്തില്ല? പറയാൻ എനിക്കെൻ്റെ ഒരു മേനത്ത് അവിടെ ഇല്ല, അധ്വാനം അവിടെ ഇല്ല. പിന്നെ ഞാൻ എന്നെ കണ്ണൂർ എയർപോർട്ടിൽ AC-യിലുള്ള ഇന്നോവ കാറിൽ കൊണ്ടേയാക്കി. കഷ്ടപ്പാടുണ്ടോ? ഇല്ല. അതിനിടയിൽ എനിക്ക് ചായയും വെള്ളം വേണ്ടപ്പോഴൊക്കെ ഞാൻ വാങ്ങി തന്നു. കഷ്ടപ്പാടുണ്ടോ? ഇല്ല. പിന്നെ ഫ്ലൈറ്റ് കയറിപ്പോയി, അതിലും എന്തില്ല? കഷ്ടപ്പാടില്ല. നല്ല ഭക്ഷണം കിട്ടി. പിന്നെ ഓരോന്നും പറഞ്ഞ് തരാൻ വേണ്ടി അതിൻ്റെ ആൾ എൻ്റെ കൂടെ ഉണ്ട്, അപ്പോഴും കഷ്ടപ്പാടില്ല. പിന്നെ AC-യും എല്ലാം ഉള്ള ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് നിങ്ങളാക്കി. പിന്നെ നിങ്ങളൊക്കെ എല്ലാ ലഗേജുകളും ഇവിടുന്ന് നമ്പർ ഇട്ടാണ്ട് ഏൽപ്പിച്ചു. ആ നമ്പർ ഇട്ട ലഗേജ് പിന്നെ അവർ കാണുന്നത് പോലെ റൂമിലാണ്. നമ്മൾ ഉംറക്ക് പോകുകയാണെങ്കിൽ നമ്മളെ ലഗേജ് നമ്മൾ തന്നെ എടുക്കണം. ഇത് സർക്കാരിന് പൈസ കൊടുത്തുകൊണ്ട് സർക്കാർ എല്ലാ ബാഗേജുകളും എവിടെയാണ് എത്തിച്ചു കൊടുക്കുന്നത്? റൂമിൽ എത്തിച്ചു കൊടുക്കുക. കഷ്ടപ്പാടുണ്ടോ? ഇല്ല.
അപ്പം എനിക്ക് ഹജ്ജുമില്ല. പിന്നെ എവിടെ ഹജ്ജ്? എൻ്റെ കാലുമ ചവിട്ടുക. പിന്നെ അറഫയിലേക്ക് പോകാനുള്ള ഇടങ്ങേറ്, വെയിലത്ത് നടക്കുക, അതൊരു കഷ്ടപ്പാടാണ്. അല്ലെങ്കിൽ ഇതൊക്കെ കഷ്ടപ്പാട്. ബാഗ് നിറച്ച് സാധനങ്ങൾ, എവിടെ ചെന്നാലും സാധനം വെറുതെ കിട്ടുക. അവിടെ ചെന്നപ്പോൾ ഭക്ഷണം, ഇവിടെ ചെന്നപ്പോൾ ഭക്ഷണം. കണ്ടെയ്നർ ഒട്ടകത്തിൻ്റെ ഇറച്ചിയും ചോറും, ആട്ടിൻ്റെ ഇറച്ചിയും മന്തിയും ചോറും, പിന്നെ പൂവമ്പഴം മറ്റതും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഓരോ ബോക്സ് ഓരോ ആജിമാർക്ക്. മിന ചെന്നാൽ ഉടനെ അറഫി പോകുമ്പോൾ അറഫി പ്രവേശിക്കുമ്പോൾ തന്നെ കൊടുക്കുക, അതിനായിട്ട് കൊടുക്കുക ആളുകൾ. അതിങ്ങനെ തുലിച്ച് തിന്ന, അത് കഷ്ടപ്പാടാ. പറയേ അത് കഷ്ടപ്പാടാണോ? അത് കഷ്ടപ്പാട്. പിന്നെ ഇവിടെ ഇപ്പം ഇവിടെ എവിടെ എൻ്റെ രക്ഷ? ഈ പറഞ്ഞതിലൊന്നും എനിക്ക് രക്ഷയില്ല. എനിക്ക് രക്ഷക്കൊരു വഴിപ്പം ഉണ്ടായിട്ടില്ല. എന്താ രക്ഷക്ക് ഞാൻ വഴി? അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നടക്കണം, അത് കഷ്ടപ്പാടാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മര്യാദക്കൊരു ടോയ്ലറ്റ് കിട്ടാതിരിക്കണം, മൂത്രിക്കാൻ മുട്ടുക, ടോയ്ലറ്റ് കിട്ടുന്നില്ല. എന്നാൽ ടോയ്ലറ്റിൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരാളവിടെ ഏത്തിക്കാഫ് ഇരിക്കുക. അങ്ങനെ ഓൻ ഏത്തിക്കാഫ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി. എന്നാൽ ഉള്ളിൽ കയറി ഇരുന്നോടുകൂടെ വേറൊരാൾ തല്ലൽ തുടങ്ങി. എവിടെ? വാതിലിന് പെരുന്തല്ലൽ. അതോടുകൂടെ ബാക്കിൽ അടിയൊക്കെ വന്ന മൂത്രം നേരെ ഉള്ളിൽ കിടക്കും. ഇത് നമുക്ക് അജ്ജിന് പോയി ഒളിക്കുക അനുഭവം ഉണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ അജ്ജുമല്ല പറയാം. ഇത് അനുഭവിച്ചിട്ടില്ലേ മിനിന്ന് പറയാം. ഇത് അനുഭവിച്ചല്ലേ? ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചാണ്. അട്ടി പാകിസ്ഥാനിയൊക്കെ ആണെങ്കിൽ അട്ടി ഉറപ്പാ. വാതിലിങ്ങനെ പൊണിയുടെ പോലത്തെ തല്ലും. അപ്പം അവിടെ ഉള്ളിലിരിക്കാനൊരു സുഖമല്ല, ഇത് വയറ്റുനിന്ന് പോണല്ലോ. അപ്പം അവിടെ എന്തുണ്ട്? കഷ്ടപ്പാടുണ്ട്. അവിടെയൊക്കെ ക്ഷമിക്കണം. പുറത്തിറങ്ങിയിട്ട് ഓനൊന്നും കൊടുക്കരുത്. കൊടുത്താണ്ട് അജ്ജ അവിടെ പോയി. എനിക്ക് പറഞ്ഞ അവിടെ പിശാച് അവിടെയാണ് വരിക. മത്താഫില് ഒരാൾ അന്നാണ് ഉന്തിയ അവിടെ പിശാച് വരും. എനിക്ക് ഇതുവരെ കഷ്ടപ്പാടില്ല. പൊന്തി ഇതാണ് വീഴാൻ പോയി. അപ്പം എനിക്ക് കഷ്ടപ്പെടുന്നു. അപ്പം ഈ അവിടെ നിന്ന് എണീറ്റിട്ട് പിന്നെ മറ്റോനൊന്ന് കൊടുത്തു. അവിടെ ആര് ജയിച്ചു? പിശാച് ജയിച്ചു. 2004-05 ആയിരിക്കാം. കാപ്പാട്ടുകാരൻ ഒരു ആചാര്യൻ, ഞാൻ അയാളെ കണ്ടപ്പോൾ അയാൾ കാപ്പാട് എന്തൊരു പരിപാടിക്ക് പോയതാണ്. കാപ്പാടാണ് ഈ സംഭവം. എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്കൊണ്ട് വരക്കണം. എന്തേ? ഞാൻ രാജ്യം കളഞ്ഞോനാണ്. മത്താഫിൽ ഒരാൾ എന്നെ അങ്ങനെ തള്ളി, ഞാനും മുഴുകാൻ പോയി. ഞാൻ ക്ഷമിച്ചു. ഒരു വട്ടം, 2 വട്ടം, 3ാമത്തെ വട്ടം ഇവങ്ങോട്ട് വരികന്നെ. അതിൽ ഞാൻ അങ്ങോട്ട് നേർന്നിട്ട് ഒന്നോട് കുടിച്ചു. ഈ ഫാദത്തിൻ്റെ ത്വാഫ ഹജ്ജിൻ്റെ റുക്കിനാ. അയാളൊന്നും മുണ്ടിയില്ല, അയാൾ പോവുകയും ചെയ്തു. ഏത് നാട്ടുകാരന്? ചൊങ്കൻ ചോർക്കൻ ഒരാൾ, അല്ല ചോർക്കുള്ളൊരു മനുഷ്യൻ, ഇന്ത്യക്കാരനല്ല. ഞാൻ പിന്നെ എൻ്റെ ത്വാഫ് പൂർത്തിയാക്കി. അപ്പൻ്റെ തലയെ കയറി, പടച്ചോനെ, ഞാൻ ഹജ്ജിൻ്റെ റുക്കിനായ ഈ ഫാദത്തിൻ്റെ ത്വാഫിലിട്ടിട്ടാണല്ലോ അയാളെ തല്ലിയത്. പടച്ചോനെ, ഞാൻ മത്താഫ് മുഴുവൻ തെണ്ടി, അയാളെ കിട്ടിയില്ല. ഞാൻ മക്കൻ്റെ വഴികളിൽ മുഴുവനും തെണ്ടി, അയാളെ കിട്ടിയില്ല. പിന്നെ ഞാൻ ഹജ്ജ് കഴിഞ്ഞ് പൂരണ വരെ തെണ്ടി, അയാളെ കിട്ടിയില്ല. ഒന്ന് മാപ്പ് പറയാന് കിട്ടിയില്ല. ഞാൻ കണ്ണീരോടുകൂടെ തിരിച്ചു വന്നു. അന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 9 കൊല്ലായി ഉസ്താദെ. ഒരു രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ അള്ളാഹിനോട് പറയും, അള്ളാ അയാൾക്ക് പുറത്തു കൊടുക്കണേ, ഞാൻ അയാളിൻ്റെ ഹജ്ജ് വാങ്ങിക്കൊണ്ടുപോകരുത് പഠിച്ചോനെ, ഇത് ഇയാളെ നന്മയാണ്. ഒരു സെക്കൻഡിൽ ശൈത്താൻ അയാളെ ചതിച്ചിട്ടുണ്ടെങ്കിലും അടുത്ത സെക്കൻഡിൽ മലക്കുകൾ അയാളെ സഹായിച്ചിട്ടുണ്ട്. 9 കൊല്ലമായി ഒരു രാത്രി ഞാൻ അയാൾക്ക് വേണ്ടി ദ്വാരക്കാതെ ഉറങ്ങിയിട്ടില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? ചിന്തിക്ക്. ഞാൻ ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണെന്നറിയാം, അവിടെ നിന്നെ പിശാച് തോൽപ്പിക്കും. നിനക്ക് എന്തില്ലെങ്കിൽ, ക്ഷമയില്ലെങ്കിൽ. ക്ഷമയുടെ പിന്നിൽ അവിടെ എന്ത് വേണം? കഷ്ടപ്പാടാണ്. ഒരാൾ ഉന്തിയപ്പറ്റി വീഴാൻ പോകുക, ഇത് കഷ്ടപ്പാടാണ്. അപ്പൊ കഷ്ടപ്പാടുണ്ടെങ്കിലേ ക്ഷമയുള്ളൂ. പുതിയാപ്പള പോയപ്പോൾ ക്ഷമിച്ചോണ്ട് പോയി. ക്ഷമിച്ചിട്ടാണ് എന്നാണ് പറഞ്ഞത്.
മൈമൂനാനെ കെട്ടിയപ്പോൾ കബിൽത്തു മിൻക നിക്കാഹ വ തസ്വീജ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്പ്പ് നീരിങ്ങിട്ട് ഇറക്കണ മാതിരിയാണ് അവൻ പറഞ്ഞത്. ആ കല്യാണം നീളൂല. എന്തുകൊണ്ട്? അവൻ ബാപ്പാക്ക് വേണ്ടി കെട്ടിയതായിരിക്കും. ബാപ്പിമ്മി നിർബന്ധിച്ചു. ഇവിടെ പരിയിലൊരാളില്ല, എനിക്ക് കല്യാണം വേണ്ട ബാപ്പേ. അങ്ങനെ പറയാൻ പറ്റൂല കുഞ്ഞുമാനെ, ഞങ്ങളൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്, നല്ല കുട്ടിയാണ്. ബാപ്പിമ്മി നിർബന്ധിച്ചപ്പോൾ അവൻ കല്യാണം കഴിച്ചു. അപ്പം അവൻ്റെ പിന്നിൽ ആ പെണ്ണിനെ കെട്ടണം എന്ന് ഇല്ല. ഒരു പെണ്ണിനെ കെട്ടാനുള്ള വിചാരങ്ങൾ അതും അവനില്ല എങ്കിൽ അവൻ പിന്നെ ഖബിൽതു മിൻക നിക്കാഹ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വേണം? എന്ത് വേണം? ക്ഷമ വേണം. കാരണം ഇവനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താണ്? കഷ്ടപ്പാടാണ്. അതേ സമയത്ത് ഓളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, വേഗം പെട്ടെന്ന് കല്യാണമാക്കണം. കാരണം ആജാതി 14-ാം രാവാണ് ഓള്. സ്വർഗത്തുനിന്ന് ഒരു അപ്സരസ് ഇറങ്ങി വന്നതാണെന്ന് തോന്നും. ആജാതി പെൺകുട്ടിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം വേണം എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ വേറെ ആൾ കണ്ട കുത്തിക്കൊണ്ടുപോകും. ആജാതിയാണ്. അപ്പോൾ അവൻ വേഗം തന്നെ നടന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് നാളെ മറ്റന്നാൾ നിക്കാഹ്. അല്ല, കല്യാണത്തിന് ഞങ്ങൾക്ക് അയച്ചില്ല. അതിന് കല്യാണത്തിന് ആർക്കാ വേണ്ടത്? നിക്കാഹ് നമുക്ക് മറ്റന്നാൾ അസറിൻ്റെ ശേഷം അയക്കിക്കൂടെ? ആയിക്കോട്ടെ. അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞ അവസാനം ആക്കി. അവിടെയൊക്കെ അവനെ മറ്റന്നാൾ ആകാൻ അവൻ ആഗ്രഹിച്ചു. അതൊന്ന് ആയിക്കിട്ടാണ്. അങ്ങനെ മറ്റന്നാൾ ദിവസം അവൻ അസറിൻ്റെ ശേഷം ഓൾ അടുത്തുള്ള ജുമാഅത്ത് പള്ളിയിൽ പോകുന്നത് വരെയും മുന്നിൽ ധൃതിയാണ്. പോയി ഖബിൽതു മിൻക നിക്കാഹ, മറിയമ്മിനെ ഞാൻ വാങ്ങി, മറിയം ഇന്ന് മുതൽ എൻ്റെതാണെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഒരു ഇരുത്തുണ്ട്. അതാണ് അലക്സാണ്ടർ ഇരിക്കും പോലെയാണ് ഓൻ അവിടെ ഇരിക്കുക. മനസ്സിലായോ പറഞ്ഞത്? അതിൻ്റെ പിന്നിൽ ക്ഷമയുടെ ആവശ്യം ഇല്ല. കാരണം അതിൻ്റെ പിന്നിൽ എന്തില്ല? കഷ്ടപ്പാടുമില്ല. അപ്പോൾ ഒരു മനുഷ്യന് സദാ ജീവിതത്തിൽ ക്ഷമ വേണമെങ്കിൽ സദാ എന്ത് വേണം? അപ്പം കഷ്ടപ്പാട് എന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ അകപ്പെടൽ അല്ല. ആർക്കും ചോദ്യം ചോദിക്കാം, ആർക്കും ചോദിക്കാം. നമ്മൾ 340 എത്രാമത്തെ ഈ ക്ലാസ്? 347 അല്ലേ? പറയും അല്ലേ? ഇതുവരെ ഞാൻ ഒരാൾക്കൊരു അവസരം കൊടുത്തില്ല. ഇന്ന് അവസരം തരാം. കഷ്ടപ്പാട് മനുഷ്യൻ്റെ അനിവാര്യ ഘടകമാണ്. അതൊരു അകപ്പെടൽ ഒരിക്കലല്ല. കഷ്ടപ്പാടില്ലെങ്കിൽ മനുഷ്യനാവില്ല. വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കാരണം ഇത് എക്സ്പയർ ആകാൻ പറ്റില്ലല്ലോ. തിരിഞ്ഞിട്ടില്ല. ഇത് കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്കിപ്പോൾ 4 കാര്യത്തിൽ ഇപ്പോൾ 1 പോയി. കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞു. കഷ്ടപ്പാട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലാകാൻ കഴിയില്ലല്ലോ. ഇല്ലല്ലദീന ആമന് പറയാം. ഈമാൻ്റെ പണിയൊക്കെ തീർന്നു. ഇനിയിപ്പോൾ ഈമാനൊന്നും വേണ്ട. ഈമാനൊക്കെ എനിക്ക് ഫുള്ളായി പറഞ്ഞാൽ എടാ ഹത്താ യഖ്ലിഫ ജിസ്റു ജഹന്നമ സാബിഅ ഖൽഫ ളുഹ്രിഹി, നരകത്തിൻ്റെ 7ാമത്തെ മേൽപ്പാലവും വിട്ടുകിടക്കുന്നത് വരെ ഒരു മനുഷ്യൻ്റെ പേടി അവസാനിക്കൂല. പഠിച്ചോനെ ഈമാൻ കമ്മിയാവോ. അപ്പം ഏത് മൊഹീദ്ദീൻ ശൈഖിനും എന്തുണ്ടാവും? പേടിണ്ടാവും. ഇല്ലല്ലദീന ആമനു. പൂർത്തിയായാലും പൂർത്തിയാവില്ല. പൊട്ടിക്കരഞ്ഞ് മരിച്ച ഒരാൾ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയാണ്. ഞാൻ തങ്ങൾക്ക് കേൾക്കണ്ട്. എന്ത് പറഞ്ഞ്? പൊട്ടിക്കരഞ്ഞ് മരിച്ച ആളുകളിൽ ഒരാളാണ് ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി. പൊട്ടിക്കരഞ്ഞ മരിച്ച മനുഷ്യരിൽ ഒരാളാണ് സയ്യിദുനാ ഇബ്നു മസ്ഊദ്. അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, ലോകത്താദ്യമായി പരസ്യമായി ഖുർആൻ ഓടിയ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞ് മരിച്ച ആളാ. പൊട്ടി മരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത വേളയിലും കരയുക. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിച്ചു, എന്തിനാണ് ഈ കരയണത്? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് തിരിയാത്തോണ്ടല്ലേ കരയണത്? അപ്പോൾ പറഞ്ഞു, ദുനൂബി എൻ്റെ ദോഷം എൻ്റെ ഈമാനെ നശിപ്പിക്കുമോ എന്ന് പേടിച്ചിട്ടാണ്. എന്ത് ദോഷം? ഒരു മുഅ്മിനായ മനുഷ്യന് ഞാൻ ദോഷിയാണെന്നേ തോന്നുള്ളൂ. തമ്മാടിക്ക് ഞാൻ നല്ലവനാണെന്നേ തോന്നുള്ളൂ. അല്ലാഹു നമ്മളെ കണക്കാക്കണം. കണക്കാക്കണം. ഇത് നല്ലോനാണ്, എനിക്ക് നന്നാകണം ഉസ്താദേ എന്ന് പറഞ്ഞ് ഈ ക്ലാസ് കഴിഞ്ഞ് ചില ആളുകൾ വന്ന് കരയും. എൻ്റെ മനസ്സ് നിറയും. നല്ലോനാണ്. നല്ലോനല്ലെങ്കിൽ എനിക്ക് നന്നാവണമെന്ന് പറഞ്ഞിട്ടോൻ കരയൂല. ഉറപ്പാരൂല. ഉറപ്പിട്ട് കരയൂല. ഉസ്താദ് എനിക്ക് നന്നാവണം, ഞാൻ നശ്വനാണ്. പൊട്ടിക്കരയുന്ന ആളുകൾ ഇവിടെ ഈ കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ട്. നല്ലോനാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കവിടെ വളരെ ചിന്തിക്ക്. إلا الذين آمنوا وعملوا الصالحات
വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. നിനക്ക് ഈമാൻ തീരൂല, അമൽ തീരൂല. മുഹ്കം അമൽ പൈഗാം അമലിന് അവസാനമില്ല. നിൽക്കാൻ കഴിയുമെങ്കിൽ ഇരിക്കണം, ഇരിക്കാൻ കഴിയാൻ കിടക്കണം. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അമൽ അവസാനിക്കൂല, അപ്പോൾ അതും അവസാനിക്കൂല. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ ഹഖ്, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിൽ ഹഖ്. ഹക്കിൻ്റെ കൂടെ നിൽക്കണം, ഹക്കിൻ്റെ കൂടെ നിൽക്കണം, ഹക്കിൻ്റെ കൂടെ നിൽക്കണം, ഹക്ക് എൻ്റെ കൂടെ നിൽക്കണം. അതിനെന്ത് തല പോയാലും ഹക്കിൻ്റെ കൂടെ നിൽക്കണം. ഒരു കൂട്ടക്കാർ, സുന്നികൾ ആയ ഒരു കൂട്ടക്കാരെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവർ മഹലിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പുറത്തായി. അപ്പോൾ അവർക്കൊരു പള്ളി ഉണ്ടാക്കണം. അങ്ങനെ സ്ഥലമെടുത്തു. ആ സ്ഥലമെടുത്തപ്പോൾ അതിന് പൊതുജനങ്ങൾ മൊത്തത്തിലെതിരായി. അങ്ങനെ ആ പള്ളി അവിടെ ഉണ്ടാക്കണം. മൊത്തത്തിൽ പൊതുജനങ്ങൾ ഈ പള്ളി ഉണ്ടാക്കലിന് എതിരായി. ആ കൂട്ടത്തിൽപ്പെട്ട തന്നെ ആളെന്നു എൻ്റെ വാപ്പ. അതായത് ആ വിഭാഗത്തിൽപ്പെട്ട ആൾ, എതിരായ ആളിൽപ്പെട്ട അല്ല, എന്നാൽ ആ വിഭാഗമാണ്. വാപ്പ എതിരായില്ല, വാപ്പ ഇങ്ങനെ നടുവിലടന്നു. പിന്നെ എന്നോട് പറഞ്ഞു, സുഖമില്ലാതെ അടക്കുമ്പോൾ മരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ബോധമുള്ള ദിവസം തന്നെ പറഞ്ഞു, പള്ളി ഉണ്ടാക്കൽ അവരെ ഹക്കാണ്, ഇജയിനെ എതിര് നിൽക്കരുത് കേട്ടോ, ഞാൻ മരിച്ചാലും എതിർക്കരുത്, അവരെ ഹക്കാണ്, ഹക്കിനെ എതിർക്കരുത്. ആ പള്ളി നമ്മളെ വിഭാഗത്തിന് എതിരാണ്, പക്ഷെ ഇജയിനെ എതിർക്കരുത്. എന്തുകൊണ്ട്? അത് അവരെ ഹക്കാണ്. ആ പള്ളിക്കെതിരായി ജനങ്ങൾ ഒപ്പിടാൻ വരും, എന്നോട് ഒപ്പിടാൻ പറയും, ഒപ്പിട്ട് കൊടുക്കരുത് കേട്ടാ, ഹക്കിനെതിരെ നിൽക്കരുത്, അതവരെ ഹക്ക. മരണം വരെ എന്നോട് പറയുകയും അതങ്ങനെ തന്നെ പാലിക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? അതേ സമയത്ത് പ്രസ്ഥാനം എന്ന നിലയിൽ ഈ പള്ളി ഉണ്ടാക്കുന്നവർക്ക് എതിരായിരുന്നു എൻ്റെ വാപ്പ, ഒരു പ്രസ്ഥാനം എന്നല്ല. പക്ഷേ ഇതിനെതിരായില്ല. എന്തുകൊണ്ട്? മരണം വരെ ഒരു മനുഷ്യൻ എന്തിൻ്റെ കൊടുക്കണം? അവിടെ സംഘടന നോട്ടല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് അതായതുകൊണ്ട് പറഞ്ഞ, ഒരു മനുഷ്യൻ്റെ ആയുസ് മുഴുവനും ആർക്ക് കൊടുക്കണം? ഹക്കിന് കൊടുക്കണം. വതവാസൗ ഹക്ക്. വളരെ ഇവിടെ ഇബ്രാഹിമിനെ പോലത്തെ ആളുകൾക്ക് ഈ സംഭവം അറിയാം, ഇവിടെ അറിയുന്ന ആൾ ഇവിടെ ഉണ്ട്. മനസ്സിലായില്ലേ മനുഷ്യൻ? നാലാമത്തെ കാര്യം വതവാസൗ ബിസ്സബ്ർ, ക്ഷമ. അപ്പോൾ മനുഷ്യന് ഈമാൻ എന്നുണ്ടാകണം, അമൽ എന്നുണ്ടാകണം, ഹക്ക് എന്നുണ്ടാകും, ക്ഷമ എന്നുണ്ടാകും. പക്ഷേ ഈ ക്ഷമ എന്ന് പറയുമ്പോൾ പ്രശ്നമുണ്ട്. എന്ത്? കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടില്ലെങ്കിൽ പിന്നെ അവിടെ ക്ഷമക്ക് യാതൊരു ചാൻസും ഇല്ല. അപ്പം ഈ മനുഷ്യനാകണമെങ്കിൽ എനിക്ക് എന്ത് വേണം? കഷ്ടപ്പാട് വേണം. لقد خلقنا الإنسان في كبد. ഏതാ സൂറത്ത്? വലത് ഓട്. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد. لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد. സത്യം ഇവിടെ വിശദീകരിക്കണില്ല, പറഞ്ഞ പിന്നെ ഞാൻ അവിടെ പോയി പോകും. അതിൻ്റെ നാലാമത്തെ വാക്കാണ് ലഖദ് ഖലഖ്. സത്യ, അത് വരെ സത്യ. ഈ നാടിനെ കൊണ്ട് സത്യം. ഏതാ നാട്? മക്ക. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. അപ്പം 3 സത്യം. ഇനി അടുത്ത വാക്കാണ് എന്ത്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. തീർച്ചയായും ഞാൻ മനുഷ്യനെ പടച്ചത് ക്ലേശത്തിലാണ്, ക്ലേശത്തിനാണ്.
ക്ലേശത്തിലാണ്, ക്ലേശത്തിനാണ്, ക്ലേശത്തിലാണ്, ക്ലേശത്തിനാണ്. അതെവിടെയാണത്? ഒരു മരണത്തിന് സമാണ് ഒരു പ്രസവവേദന. നിൻ്റെ ഉമ്മ കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ വഹിച്ചത്. ക്ലേശത്തിന്മേൽ ക്ലേശമായിട്ടാണ് നിന്റെ ഉമ്മ 9 മാസം നിന്നെ ചുമന്ന് നടന്നത്. ക്ലേശമല്ലേ? അപ്പൊ ഉമ്മക്ക് എന്ത് വേണം? ക്ഷമ. അതെ. അപ്പൊ നീ ഇവിടെ നിനക്ക് വേണ്ടി അത് ചെയ്യണ്. അപ്പൊ നീ ഇവിടെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ കാര്യത്തിൽ ഇവിടെ എന്ത് തുടങ്ങിയിട്ടുണ്ട്? ക്ലേശ. പറ കുട്ടി, നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ കാര്യത്തിൽ എന്ത് നടക്കൽ തുടങ്ങിയിട്ടുണ്ട്? കഷ്ടപ്പാട്. ഓ ഫിസാലൂപ്പി ആമേൻ. പിന്നെ 2 കൊല്ലം നിന്റെ ഉമ്മയെ ഊമ്പും ഇങ്ങനെ. അവിടെ ഉമ്മക്ക് എന്തുണ്ട്? കഷ്ടപ്പാടുണ്ട്. പാപ്പയോ? പാപ്പ എന്ന് പറഞ്ഞാൽ ബാപ്പക്കുള്ള ചെലവിന് കൈ കണക്കൂല്ല. പ്രസവാണെങ്കിൽ വലിയ ചെലവാണ്. ചില ആളുകളെ പഴയ കാലത്ത് പറയും, വലിയ സംഗതിയായി ചക്കരയായി നടക്കാൻ 2 ആളും ഒക്കെ പള്ളിയിലുണ്ടെന്ന് കണ്ടപ്പോ പോകാൻ പിന്നെ നാട് വിട്ടു. പിന്നെ 20 കൊല്ലം കഴിഞ്ഞാ വന്ന്. അത് കുറ്റം പറയും ചില ആളുകളെ. ഓർമ്മയില്ല ഞങ്ങൾക്ക്? പണ്ട് 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 അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കാണ് പള്ളിയിലുണ്ടായിന്ന് കണ്ടപ്പോ പോകും. പിന്നെ വരുന്ന 20 കൊല്ലം കഴിഞ്ഞിട്ടാ കുട്ടിയൊക്കെ നല്ല അത്യാവശ്യം ജോലിക്കൊക്കെ ആയപ്പോൾ വന്നു. അതായത് ഓൻ എന്തിന് തയ്യാറായില്ല. അതേ, കഷ്ടപ്പാടിന്റെ പിന്നിൽ എന്ത് വേണം? ക്ഷമ വേണം. ബാപ്പാക്ക് വേറെ ക്ഷമ, ഉമ്മാക്ക് വേറെ ക്ഷമ. ഉമ്മാക്ക് വേദനന്റെ ക്ഷമ, അവിടെ ആ കഷ്ടപ്പാടിന്റെ ക്ഷമ. ബാപ്പാക്കോ ഇതിനൊക്കെ പൈസ വേണം അല്ലേ? അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുക. ആശുപത്രി പൈസ, അത് പൈസ, ഇത് പൈസ, അങ്ങനെ ക്ഷമ. പിന്നെ അതിന്റെ പുറത്ത് ഞാൻ 7-ാം ദിവസം മുടി കളയണം. മുടി കളയണമെങ്കിൽ എന്ത് വേണം? അറക്കണം. വിഷമം, പൈസ. ഉദയത്തിനാണ് പൈസ കൊടുത്തില്ല, അതിന്റെ ചൂട് കയ്യിൽ നിന്ന് പോയിട്ടില്ല, അപ്പോഴത്തിന് പിന്നെ അടുത്ത പൈസ. അങ്ങനെ പറയാ കഷ്ടപ്പാട്. ബാപ്പാക്ക് വേറെ കഷ്ടപ്പാട്, ഉമ്മാക്ക് വേറെ കഷ്ടപ്പാട്. അതിന്റെ ലാഭമാണ് ഈ കുട്ടി. ഞാൻ എന്നെ കൊണ്ട് കഷ്ടപ്പെടണം. ഉമ്മാന്റെ ഉറക്കൊരുപാട് രാത്രി ഒഴിവാക്കും. ഉമ്മ കഷ്ടപ്പെടണം. പിന്നെ മുഅല്ലിമ ഇജ്ജ് എന്ത് പറഞ്ഞാലും തരി കയറൂല. അരിഫ് പറഞ്ഞാല് ഇജ്ജ് നേരെ എതിരെ പറയുള്ളൂ. അത് പറഞ്ഞത് മനസ്സിലായില്ല. ആ ജാതി സാധനാണ് ഇജ്ജ്. അന്തം കമ്മിയാണ്. നമുക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ എന്റെ തലേക്ക് ഇത് കയറ്റാൻ മുഅല്ലിമ കഷ്ടപ്പെടും. അപ്പൊ ഞാൻ എനിക്ക് പഠിക്കുള്ളൂ. ഇല്ലേ, മുഅല്ലിമ കഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്കൊന്നും തിരിയില്ല. ഒരു പീരീഡിൽ 1-ാം ക്ലാസ് പഠിച്ചിട്ട് 5-ാം ക്ലാസ് ചെന്നപ്പോൾ ഓൽക്കൊന്നും തിരിഞ്ഞില്ല. എൻ്റെ ഇപ്പം അങ്ങനെ. അത് നമ്മൾ 1-ാം ക്ലാസ്സിൽ മുഅല്ലിമിനെ കിട്ടാഞ്ഞിട്ട് തൽക്കാലം നമ്മളെ തൽക്കാലം നാട്ടിൽ പിടിച്ചിന്ന് ഒരാളുണ്ടാക്കി. അയാൾക്ക് വേണ്ടത്ര പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ കുട്ടിയൊക്കെ പിന്നെ 5-ാം ക്ലാസ്സിനും ശരിയാവില്ല. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അറിയാം നിങ്ങൾക്ക്? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞുതരാം. എന്താ പ്രശ്നം അറിയും? എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞുതരാം. 3-ലോ 4-ലോ പഠിക്കുന്ന കാലത്ത് കൊറോണ വന്നു. അപ്പോൾ മര്യാദക്ക് സ്കൂൾ വിദ്യാഭ്യാസം അവർക്ക്, ഈ കുട്ടികൾ ഇന്ന് SSLC എഴുതുകയാണ്, എഴുതിയവരും എഴുതാൻ പോണവരുമാണ്. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബേജാറിലാണ്. എന്തുകൊണ്ട്? അവർക്ക് ബേസ്മെന്റ് ശരിയായിട്ടില്ല. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ലേ? മനസ്സിലായില്ലേ? അവിടെ ബേസ്മെന്റ് ആ കുട്ടികൾക്ക് ശരിയാകാത്തൊരു പ്രശ്നമുണ്ട്. അപ്പൊ മുഅല്ലിമ കഷ്ടപ്പെട്ട മാത്രമേ പഠിക്കുള്ളൂ. അപ്പൊ എത്ര ആളപ്പോ കഷ്ടപ്പെട്ട്. പിന്നെ മദ്രസ സ്കൂൾ അതിന്റെ പരിസരത്തുള്ള ആളുകളൊക്കെ കഷ്ടപ്പെടണം. എന്നാലേ മദ്രസ സ്കൂൾ നടന്നുകൊള്ളൂ. ആണോ? അല്ലേ? അപ്പൊ ഒരു ജനത മുഴുവനും കഷ്ടപ്പെട്ടിട്ടാ ഈ ഒരാളായത്. അപ്പൊ ഈ മനസ്സിലായി എന്ത്? ഇനി എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? കഷ്ടപ്പെടണം. അല്ലാതെ ഇജാവൂല. ഈ ആവണിന് പിന്നിൽ ഒരു ജനത കഷ്ടപ്പെട്ടിട്ടുണ്ടോ? അല്ലേ? പണി കയറിപ്പോയി 600, 700, 800 റുപ്യ പോക്കറ്റിലിട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ പോവുകയാണ് മഴയത്ത്. അപ്പോഴാണ് മദ്രസ സെക്രട്ടറി ഇറങ്ങി വരുന്നത്. എടാ, എൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? മുഅല്ലിമിന് പൈസ, ശമ്പളം കൊടുക്കുന്ന പൈസ അയാൾക്ക് ഒത്തിട്ടില്ല. ഒരു ഭാഗത്തിന് 1000 റുപ്യേൻ്റെ കമ്മി ഉണ്ടായിരുന്നു. അള്ളാ, എൻ്റെ അടുത്ത് 1000 അല്ലല്ലോ. അപ്പം വേഗം 800 റുപ്യ പോക്കറ്റിലുണ്ട്. അപ്പം വേഗം എടുത്തിട്ട് 500 കൊടുത്തു. നീ 500,000 വാങ്ങിക്കോ. പിന്നെ എൻ്റെ കയ്യിൽ എത്രയേ ഉള്ളൂ. കാരണം മുഅല്ലിമിന് ശമ്പളം കൊടുത്തിട്ടില്ലെങ്കിൽ കഴിയൂല.
കാരണം അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ, കുറഞ്ഞ ശമ്പളമേ ഉള്ളൂ, കൊടുക്കും വേണം. 800 റുപ്യക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോകുന്ന നീ അന്ന് 300 റുപ്യ കൊണ്ട് ഒതുക്കേണ്ടി വന്നു. കഷ്ടപ്പാടാണോ? അല്ലേ? അങ്ങനത്തെ ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലേ? പരക്കൻ നാടാ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായതാടാ ഈ മദ്രസയൊക്കെ. എനിക്കറിയോ അങ്ങനെ ഉണ്ടായത്? അതൊക്കെ അവർക്ക് വേണ്ടി അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ നിക്കാഹിൻ്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോഴെല്ലാം ആ യുവാവും യുവതിയും ആ ഒരു ആണും പെണ്ണും പഠിച്ച് വളർന്ന് വലുതായ ഒരു മദ്രസ പഠിച്ചാലും സ്കൂൾ പഠിച്ചാലും മതി, എന്നാലും അതിൻ്റെ പിന്നിൽ ഒരു ജനത കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർ ക്ഷമിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു യുവതിയും യുവാവും പാകപ്പെട്ടു വരില്ല. അവർക്കൊക്കെ ദ്വാരക്കാതെ ഒരു നിക്കാഹിൻ്റെ സദസ്സിൽ ഞാൻ എണീക്കാറില്ല. കാരണം അതൊരു ബാധ്യതയാണ്. ഒരു മനുഷ്യന് അവൻ്റെ പൂർവികർക്ക് വേണ്ടി ദ്വാരക്കേണ്ട ഒരു സദസ്സാണ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ അപ്പൊ മനുഷ്യന്റെ ബാധ്യതയാണ്. അപ്പോൾ കഷ്ടപ്പാട് മനുഷ്യന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ക്ഷമ മനുഷ്യന്റെ ബാധ്യത. അപ്പൊ ക്ഷമ മനുഷ്യനൊരു അധികപ്പറ്റ് അല്ല. അതുകൊണ്ട് ക്ഷമിക്കേണ്ടി വന്നതുകൊണ്ട് എന്ത് പറയരുത്, ഞാൻ കുടുങ്ങിയാലോ എന്നുള്ള വർത്താനം പറയരുത്. അപ്പൊ കുടുങ്ങൽ എന്താണ് അടുത്ത ക്ലാസ് പറഞ്ഞുതരാം.